പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 മാർച്ച് മാസം 30 തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? കരം ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചില്ലേ? കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് കർത്താവിനോട് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്നതിന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. എൻ്റെ കർത്താവ് നല്ലവനല്ലോ, എൻ്റെ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അങ്ങ് ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവാകിയാൽ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ലാത്തതിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അങ്ങ് സമീപസ്ഥനായ കർത്താവാകിയാൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കരമുയർത്തി ഒന്നുകൂടെ കർത്താവിന് സ്തോത്രം പറഞ്ഞ് ആമേൻ. നല്ലിടയനായി നമ്മുടെ കൂടെ ഇരുന്ന് ആമേൻ നമ്മളെ എപ്പോഴും വഴി നടത്തുന്ന നമ്മളെ ആമേൻ ആവശ്യങ്ങളിൽ നമ്മുടെ കൂടെ ഇരുന്ന് നമുക്കെല്ലാം തന്ന് നമ്മളെ നടത്തുന്ന നല്ല കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ട് കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഒന്നുകൂടെ പറ, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, എൻ്റെ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. 117 സങ്കീർത്തനം അതിൻ്റെ ആരംഭവാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത്, സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പീൻ, സകല വംശങ്ങളുമായുള്ളവരെ കർത്താവിനെ പുകഴ്ത്തുവീൻ. നമ്മോടുള്ള കർത്താവിൻ്റെ ദയ വലുതായിരിക്കുന്നു. കരമുയർത്തി പറ, എന്നോടുള്ള എൻ്റെ കർത്താവിൻ്റെ ദയ വലുതാകുന്നു. യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്. യഹോവയെ സ്തുതിപ്പീൻ. കരമുയർത്തി കർത്താവിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. അവരുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിനകത്ത് ദൈവിക അത്ഭുതം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ പകൽക്കാലം സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗശക്തികളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ അസാധാരണമായ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. ഓരോ അവയവങ്ങളിലേക്കും ദൈവശക്തി വ്യാപരിക്കട്ടെ. ഓരോ അവയവങ്ങളിലേക്കും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ആ രക്തസ്രവക്കാരിയായ സ്ത്രീ സൗഖ്യമാകുമ്പോൾ യേശു പറഞ്ഞു, ശക്തി എന്നിൽ നിന്ന് പുറപ്പെട്ടു. ഇതുപോലെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ തൻ്റെ മക്കളിലേക്ക് പുറപ്പെടട്ടെ. പൂർണ്ണ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. നാളുകളായുള്ള രോഗങ്ങൾ വിട്ടുമാറട്ടെ. ആമേൻ. വർഷങ്ങളായി ആമേൻ ബുദ്ധിമുട്ടുന്ന രോഗശക്തികൾ, ആമേൻ രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ വിട്ടുപോട്ടെ. പ്രത്യേകിച്ച് ആമേൻ കാലിൻ്റെ ആംഗിൾ ജോയിൻറ്റിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വേദനയാൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. ജനറൽ ബോഡി എപ്പോഴും അവൻ ഇങ്ങനെ വീക്കായിട്ടിരിക്കുന്ന അനുഭവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ദൈവിക അത്ഭുതം നടക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവ് വിടുവിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അത്ഭുതകരമായ വിടുതൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കളുടെ മേൽ സംഭവിച്ചിരിക്കുന്നതിന് സ്തോത്രം ചെയ്തു. അതുപോലെ കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ ആമേൻ തൻ്റെ കുഞ്ഞുങ്ങളുടെ സാമ്പത്തികമായ ആവശ്യങ്ങളിലും കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി നടക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. അത്ഭുതകരമായ വിടുതലുകൾ ആമേൻ. യഹോവ ജൈറയായി തൻ്റെ മക്കളുടെ കൂടെ നിൽക്കുന്നതിന് സ്തോത്രം. യഹോവ ജൈറയായി തൻ്റെ മക്കളുടെ കൂടെ നിൽക്കുന്നതിന് സ്തോത്രം ചെയ്തു. അസാധാരണമായ ദൈവിക വിടുതലുകളെ കർത്താവേ തൻ്റെ കുഞ്ഞുങ്ങൾക്കായിട്ട് കർത്താവ് അയക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അതുപോലെ ജോലി സ്ഥലത്ത്, ബിസിനസ് സ്ഥലത്തൊക്കെ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകണം. ആമേൻ. കർത്താവ് അത്ഭുതം ചെയ്യണം. ദൈവിക മഹത്വം കാണാൻ സഹായിക്കണം. തൻ്റെ മക്കളിലൂടെ അങ്ങ് തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ശുശ്രൂഷകൾ മുഖാന്തരം ദേശവ്യാപകമായി ലോകവ്യാപകമായി ഒരു മുന്നേറ്റം, ഒരു അസാധാരണമായ പരിശുദ്ധാത്മാവിൻ്റെ മൂവ് സംഭവിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു.
ആമേൻ. ഇന്ന് വൈകിട്ടത്തെ നമ്മുടെ മീറ്റിംഗ് അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കുന്നതിന് സ്തോത്രം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കേണ്ട വലിയ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിക്കുന്ന വർഷം ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ പ്രയർ മീറ്റിംഗ് ഉണ്ടാകും. പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കുക. കർത്താവ് നിങ്ങളെ അതിനായിട്ട് ഒരുക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് ബന്ധങ്ങളുമായിട്ടുള്ള വിഷയത്തിലാണ്. അതായത് സദൃശ്യവാക്യം 27-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു, മനുഷ്യനും മൂർച്ച കൂട്ടുന്നു. അപ്പം ഈ ദൈവമക്കളുടെ ജീവിതത്തിലെ ബന്ധങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതായത് ഒരു ദൈവ പൈതലും ഒറ്റപ്പെട്ടവനായി ജീവിക്കുവാനോ വളരുവാനോ അല്ല കർത്താവ് നമ്മളെ ആക്കി വച്ചിരിക്കുന്നത്. അതിനാണ് കൂട്ടായ്മകൾ തന്നിരിക്കുന്നത്. അപ്പോൾ ആത്മീകമായ വളർച്ച നമ്മുടെ ബന്ധങ്ങളുമായിട്ട്, നമ്മൾ ആരോട് സഹകരിക്കുന്നു, ആരുടെ കൂടെ നടക്കുന്നു, അതുമായിട്ട് വളരെ കണക്റ്റഡാണ്. അതായത് ഒരു ഇരുമ്പിനെ മൂർച്ച കൂട്ടാൻ ഇരുമ്പിനെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ, നമ്മുടെ സ്വഭാവത്തെ രൂപവൽക്കരണം ചെയ്യുവാൻ, നമ്മുടെ വിളിയിലേക്ക് നമ്മളെ നടത്തുവാനും നമ്മളെ ശക്തീകരിക്കുവാനും ഒക്കെ നല്ല കൂട്ടുകെട്ടുകൾ, നല്ല ബന്ധങ്ങൾ കർത്താവ് ഉപയോഗിക്കാറുണ്ട്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ഭാവിയെ മുന്നോട്ട് കൊണ്ടുപോകാനും പുറകോട്ട് പിടിക്കുവാനും ബന്ധങ്ങൾക്ക് സാഹചര്യമുണ്ട്. അതുകൊണ്ട് കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ബാഡ് കമ്പനി എന്ത് ചെയ്യും? കറപ്റ്റ്സ് ഗുഡ് ക്യാരക്ടർ. നമ്മുടെ നല്ല സ്വഭാവത്തെ കറപ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം എന്താണ് നല്ല ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഗുഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആമേൻ. അതായത് നമ്മളെ എപ്പോഴും കംഫോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് എപ്പോഴും നല്ലത് പറയുന്നു എന്നുള്ളതല്ല നല്ല കൂട്ടുകെട്ടെന്ന് പറയുന്നത്. നമ്മളെ കറക്റ്റ് ചെയ്യണം, നമ്മളെ ശക്തീകരിക്കണം, നമ്മളെ ഗൈഡ് ചെയ്യണം. ആമേൻ. ക്രിസ്തുവിലേക്ക് നമ്മളെ നയിക്കുന്നതായിരിക്കണം നല്ല ബന്ധങ്ങൾ. ആമേൻ. നമ്മളെ ആത്മീകമായി വളരുവാൻ ഉപയോഗിക്കണം, നമ്മളെ പ്രാർത്ഥിക്കുവാനും വിശ്വാസത്തിലും നമ്മളെ എൻകറേജ് ചെയ്യുന്നവരായിരിക്കണം. ആമേൻ. നമ്മളെ സ്നേഹത്തോടുകൂടെ ശാസിക്കുകയും നമ്മളെ വഴി കാണിച്ചു തരികയും ചെയ്യുന്നവരായിരിക്കണം. ആമേൻ, ആമേൻ. അപ്പം കർത്താവിൻ്റെ അടുക്കിലേക്ക് അടുക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നവരായിരിക്കണം. അതുപോലെ നമ്മളെക്കുറിച്ചുള്ള ദൈവിക കാഴ്ചപ്പാടുകളിൽ നമ്മളെ എന്ത് ചെയ്യണം? സ്ട്രെങ്തൻ ചെയ്യുന്നവരായിരിക്കണം. അപ്പം ശരിക്കും പറയാൻ നല്ല ബന്ധങ്ങളുണ്ട്. നമ്മുടെ സഹോദരങ്ങളെക്കാളും അടുത്ത കൂട്ടുകെട്ടുകളെ നമുക്ക് കർത്താവ് തരും. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ദാവീദും ജോനാഥാനും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അസാധാരണ ബന്ധമായിരുന്നു. ജോനാഥാൻ തന്നെ എത്രമാത്രം ദാവീദിനെ സ്നേഹിക്കുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും കർത്താവിൽ ബലപ്പെടുത്തിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പൗലോസിൻ്റെ തീമോത്തി ആത്മീക പുത്രനായിരുന്നു എങ്കിൽ പോലും പൗലോസ് തീമോത്തിയെ ആ വിശ്വാസത്തിൽ നയിക്കുവാൻ, ശക്തീകരിക്കുവാൻ, ബലപ്പെടുത്തുവാൻ അവൻ പൗലോസിനെ എത്ര അധികമായിട്ട് കർത്താവ് ഉപയോഗിച്ചു. ഇപ്പം നമ്മൾ വേറൊരു വിഷയം പറഞ്ഞാൽ രൂത്തും നവോമി, ആ ബന്ധമാണ്, നവോമിയുമായിട്ടുള്ള ബന്ധമാണ് രൂത്തിനെ ഈ കർത്താവിലേക്ക് അടുക്കുവാൻ കാരണമായി തീർന്നത്. അപ്പം ഈ പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ വേണം ഈ ഭൂമിയിൽ നമ്മൾ അസോസിയേറ്റ് ചെയ്യാൻ. ആരോട് അസോസിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നുണ്ടോ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ വർദ്ധിപ്പിക്കുന്നുണ്ടോ, കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ശക്തീകരിക്കുവാൻ, അവൻ വിശുദ്ധിയിലേക്ക് കൂടുതൽ നമ്മൾ നയിക്കുവാൻ, അവൻ ദൈവസഭയോട് കൂടുതൽ അടുത്ത് നിൽക്കുവാനൊക്കെ നമ്മുടെ ബന്ധങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹല്ലേലൂയ. അതായത് നമ്മൾ ആരോട് അസോസിയേറ്റ് ചെയ്യുന്നു, അപ്പോൾ ആ അസോസിയേഷൻ മുഖാന്തരം നമുക്ക് ദൈവസഭയുമായിട്ട് കൂടുതൽ അടുത്തു പോകാൻ കഴിയുന്നുണ്ടോ, പ്രാർത്ഥിക്കാനായിട്ട് കൂടുതൽ പ്രേരണ ലഭിക്കുന്നുണ്ടോ, ആമേൻ, ജീവിത വിശുദ്ധി സൂക്ഷിക്കണമെന്നുള്ള ആഗ്രഹം നമുക്ക് വർദ്ധിക്കുന്നുണ്ടോ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് ഏതൊരു ബന്ധം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് കൂട്ടുകെട്ടുകൾക്ക് പ്രേ ബിഫോർ റിലേഷൻഷിപ്പ് ഫോം ചെയ്യുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം. യേശു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ആമേൻ. അത് കഴിഞ്ഞ് കർത്താവിൽ നിന്നുള്ള സ്പിരിച്വൽ ഗൈഡൻസ് വേണം. നമ്മൾ ഈ ആളിനോട് കൂടുതൽ അസോസിയേറ്റ് ചെയ്യണോ അതോ ഈ ആളിന് അകന്നു പോകണമോ എന്നുള്ളത് ദൈവികമായ ഒരു ഗൈഡൻസ് നമുക്ക് ലഭിക്കുന്നത് നല്ലതാണ്. ആമേൻ. അപ്പം പിന്നെ ഏതൊരു ഫ്രണ്ട്ഷിപ്പിനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴും നോക്കണം, ഈ ബന്ധം എനിക്ക് ദൈവവചനവുമായിട്ടുള്ള രീതിയിൽ നോക്കുമ്പോൾ, തട്ടിച്ച് നോക്കുമ്പോൾ ഇതെനിക്ക് കൊള്ളാമോ, അത് കൂടുതൽ ഇവരോട് അസോസിയേറ്റ് ചെയ്താൽ എൻ്റെ ആത്മീക ജീവിതത്തെ ബാധിക്കുമോ, എൻ്റെ ക്യാരക്ടറിനെ ബാധിക്കുമോ, ഇതൊക്കെ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് പഠിക്കുകയും ചെയ്യണം. ആമേൻ, ആമേൻ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ നല്ല ബന്ധങ്ങളെ ആമേൻ തിരഞ്ഞെടുക്കുവാൻ പ്രാർത്ഥിക്കുക. ജ്ഞാനിയോടുകൂടെ നടന്നാൽ നിങ്ങളും ജ്ഞാനിയായി തീരും എന്നാണ് ദൈവവചനം പറയുന്നത്. ആമേൻ. ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്
കൂടുതലായി കർത്താവിൽ വിശ്വസിക്കാൻ സഹായിക്കുന്ന ബന്ധങ്ങളായിരിക്കും. പ്രാർത്ഥിക്കാൻ കൂടുതൽ സഹായിക്കുന്ന ബന്ധങ്ങളായിരിക്കും. ക്രിസ്തുവിൽ വളരുവാൻ സഹായിക്കുന്ന ബന്ധങ്ങളായിരിക്കണം. കർത്താവിനെ കൂടുതൽ അനുസരിക്കുവാൻ നമ്മളെ എൻകറേജ് ചെയ്യുന്ന ബന്ധങ്ങൾ. ഇപ്പോൾ പഠിക്കുന്ന പിള്ളേരോട് നടക്കുമ്പോൾ പിള്ളേർക്ക് പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും. ഉഴപ്പി നടക്കുന്നവരോട് നടക്കുമ്പോൾ ഉഴപ്പി നടക്കണമെന്ന് തോന്നും. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ആരുടെ നടക്കുന്നു അത് നമ്മുടെ ഭാവിയെ ബാധിക്കും. അതുകൊണ്ട് തീരുമാനിക്കുക, ആരുടെ കൂടെ ആമേൻ, ആരാണ് എൻ്റെ ഫ്രണ്ട്, ആമേൻ, അതനുസരിച്ച് നമ്മുടെ ആത്മീക ജീവിതത്തെ ബാധിക്കും. അതുകൊണ്ട് നിശ്ചയമായിട്ടും ഈ അന്ത്യകാലത്ത് കൂട്ടുകെട്ടുകൾ, ആമേൻ, ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരങ്ങളെ ഉയർത്തി പറഞ്ഞാട്ടെ, കർത്താവ് എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.